Happy birthday, dear Chechi. Now I am at Manakatu farm. I still remember the good old days when Amachi used to make payasam on the event of birthdays of all siblings, and you used to send me wishes while I was studying in Allahabad, and I used to get million letters at that time. And I think you are the only one who used to wish me on my birthdays. So, longing to see you. Thank you once again. Wish you a very happy birthday and days ahead. ഡെയിലി ചെറുപ്പമായി വരികയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമുള്ള ഒരു സമയത്ത് ചാക്കോച്ചന് ആക്സിഡൻ്റായി ICUവിൽ കിടക്കുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉപേക്ഷിച്ച് ദിവസങ്ങളോളം എനിക്ക് താങ്ങായി തണലായി ചേച്ചി എൻ്റെ നിഴൽ. എനിക്ക് 1000 80ാം പിറന്നാളിൻ്റെ ജന്മദിനാശംസകൾ. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മറ്റാരാണെങ്കിലും തളർന്നു പോയേക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലി ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരാളാണ്. അപ്പം ഈ ധൈര്യവും മനോശക്തിയും വീണ്ടും ഉണ്ടാവട്ടെ. 80 വയസ്സ് ഒരു വയസ്സല്ല, ഇപ്പോഴും ഓടിച്ചാടി നടന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും എല്ലാവരുടെയും വീടുകളിൽ വന്ന് ഞങ്ങൾക്ക് ധാരാളം സന്തോഷം പകരുകയും ചെയ്യുന്ന ഇസ്ലിക്ക് ഒരിക്കൽ കൂടി 80ൻ്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സിസ്ലി ആൻറ്റി. ഓക്കെ, സോ സിസ്ലി ആൻറ്റിയെ പറ്റി ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സിസ്ലി ആൻറ്റിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കാണും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുന്ന ആൻറ്റി സിസ്ലി ആൻറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ഞാനൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഞാനൊരു മെമ്മറബിൾ തിങ് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ഗേൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും തന്നെ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാരേജിന് ശേഷം ഓഫ് കോഴ്സ് ചേട്ടൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ചേട്ടനാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. സോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ സിസ്ലി ആൻറ്റി ആ സമയത്ത് നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു, മുട്ടിയറ വീട്ടിൽ. അപ്പം ആസ് എ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ സിസ്ലി ആൻറ്റി നമുക്ക് ഫെലിസിറ്റിയിൽ ഫസ്റ്റ് ടൈം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ ധൈര്യമായിട്ട് എടുക്ക്, ഞാനുണ്ടെന്ന്. അപ്പോൾ സിസ്ലി ആൻറ്റി എന്നെ അത്രയും വിശ്വസിച്ച് സിസ്ലി ആൻറ്റി ആ കാറിൽ നമ്മുടെ കൂടെ കയറി, സിസ്ലി ആൻറ്റി നീ ഓടിച്ചാൽ മതി, നമ്മൾ നിന്നെ സപ്പോർട്ട് ചെയ്തോളാം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ടിയറ വീട്ടിൽ നിന്ന് എറണാകുളം വരെ അത്രയും ട്രാഫിക്കായിട്ടുള്ള ഒരു റോഡിൽ കൂടെ എന്നെ ഓടിക്കാനായിട്ട് അത്രയും മോട്ടിവേഷൻ സിസ്ലി ആൻറ്റി തന്നെയാണ്. അങ്ങനെ ഞാൻ മുട്ടിയറ വീട്ടിൽ നിന്ന് ഫെലിസിറ്റി വരെ കൊണ്ടിറക്കി. ആൻറ്റി ഇറങ്ങി ആ സെക്കൻഡിൽ തന്നെ എൻ്റെ അടുത്ത് കൈ നീട്ടാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു 500 റുപ്പീസ് വെച്ച് തന്നു. അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു റിവാർഡായിട്ട് ഞാൻ കരുതുന്നു. കാര്യം അതിന് ശേഷമോ അതിന് മുമ്പോ ഇതുവരെ എനിക്ക് ആരും അങ്ങനെ ഷെയർ ചെയ്തിട്ടോ അങ്ങനെ ഡ്രൈവിംഗ് ചെയ്തതിന് ഒരു റിവാർഡായിട്ട് തന്നിട്ടില്ല. സോ അതെന്നും എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ സിസ്ലി ആൻറ്റിയാണ് അന്നത്തെ അത്രയും ഒരു മോട്ടിവേഷനോടുകൂടി എനിക്ക് റൈഡ് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. സോ അതിന് ഒത്തിരി താങ്ക്സ്. ആൻഡ് എന്നും എൻ്റെ മനസ്സിലത് ഉണ്ടായിരിക്കും. വി ലവ് യു സോ മച്ച്. യു ആർ സച്ച് എ സപ്പോർട്ടീവ് ആൻഡ് loving and a motivating auntie. So thank you so much, and once again wishing you many happy returns of the day. Happy birthday Sisley auntie. Sisley auntie നമ്മളെ പഠിപ്പിച്ച പാട്ട്. കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നൊരു പൈകിളി മരത്തെങ്കിളി, പൈകിളി മരത്തെങ്കിളി, പൈകിളി മരത്തെങ്കിളി, നീന്തലറിഞ്ഞില്ല, പൈകിളി മരത്തെങ്കിളി, വന്നു പോയതറിഞ്ഞില്ല, പൈകിളി മരത്തെങ്കിളി, വന്നു നീ വന്നു നിന്നു നീ ജന്മശാമല്യമേ, കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്ന്
വളർന്നൊരു പൈകിളി മലർത്തെങ്കിളി പൈകിളി മലർത്തെങ്കിളി. Birthday, Cicely Auntie. Thank you for teaching me this song, Cicely Auntie. This song is dedicated to Cicely Auntie, my Manya Rosa. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നെ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തെ കിളി പൈകിളി മലർത്തെ കിളി. Thank you. Love you. Hi Madhvendi, happy 80th birthday to you. I hope you have a wonderful celebration there. May your days be filled with joy and all the happiness you have brought to so many lives over the years. Some of my favorite memories with you are definitely our summer vacation in Delhi and Chandigarh. Those trips were so much more than just holidays. There were laughters, adventures, new experience, and I will always treasure those memories. You have been always a bold, confident, and someone who is not afraid to think outside the box. You showed that life is meant to be explored with courage and positivity. Thank you for giving me so much exposure to the world and for inspiring me to think differently. You have also touched so many lives with your strength, your kindness, and adventurous spirit. I hope your 80th birthday is filled with the same love and joy you have shared with everyone around you. So, happy 80th birthday once again, and may God bless you with health, peace, and many more beautiful years. Love you always. Bye. Happy birthday, Cicely Auntie. Hello, Cicely Auntie. Happy birthday to you. Cicely Auntie, നല്ല സന്തോഷം. മോനായും ഫാമിലിയും സിസ്ലി ആൻറ്റിയുടെ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. നല്ല സന്തോഷം. പിള്ളേരുടെയും കൊച്ചുമക്കളുടെയൊക്കെ കൂടെ അവിടെ സുഖമായിട്ട് ആഘോഷിക്കും. എനിക്ക് സിസ്ലി ആൻറ്റിയെ ഓർമ്മ എപ്പോഴും എനിക്ക് നിൽക്കുന്നത് നമ്മുടെ പാലാമ്മച്ചിയെ കൊണ്ട് രാജസ്ഥാനിൽ വന്നപ്പോഴത്തേക്ക് എന്നെയും അമ്മച്ചിയും കൂട്ടി സിസ്ലി ആൻറ്റി ഞങ്ങളെ കാണാൻ വന്നു. എന്നിട്ട് അമ്മച്ചിയെ എന്നെയും കൂടി സിസ്ലി ആൻറ്റിയുടെ അജ്മീർ കോൺവെൻറ്റിലായിരുന്നു അന്നേരം അവിടെ കൊണ്ടുപോയിട്ട് അപ്പം അമ്മച്ചി ഞാനും വേറെ ഒരു ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവരുടെ റൂം കാണണം, ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലെ റൂം ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സിസ്ലി ആൻറ്റി എന്നെ കൂടെ കൊണ്ടുപോകും, ആ റൂമിലൊന്ന് കൊണ്ടുപോകാം. നീ ഒരുങ്ങ്, അപ്പം നിന്നെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർത്തു ഒരുങ്ങിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറിയാൽ മതി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങിയപ്പോൾ ആൻറ്റി പറഞ്ഞു ഇങ്ങനെയല്ല, നീ സിസ്റ്ററായി വന്ന് കഴിയുമ്പോഴത്തേക്കും നിന്നെ കൊണ്ടുപോകാം, ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല, നിനക്ക് പ്രായമായി കഴിയുമ്പോൾ. കാര്യം അന്ന് എനിക്ക് തോന്നുന്നു വല്ല 4th or 5th അങ്ങനെ ഏതാണ്ടാണ്. കാര്യം തിരിച്ച് ഞങ്ങളെ എന്നിട്ട് ഒറ്റ ബസ്സാണ് ഓവർനൈറ്റ് ജേർണിയാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ഏതായാലും സിസ്ലി ആൻറ്റി ഞങ്ങളെ അവിടുന്ന് ബസ് കയറ്റി വിട്ടു. ഞാൻ കാര്യം ഡാഡി മമ്മി രണ്ടും വർക്കിങ്ങാണ്, അപ്പം അവർക്ക് കൂടെ വരാൻ പറ്റുമല്ലോ. എന്നാൽ അമ്മച്ചിക്ക് സിസ്ലി ആൻറ്റിയുടെ അടുത്ത് വരുകയും വേണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ബസ് കയറ്റി വിട്ടു. അമ്മച്ചി അന്നൊക്കെ സേഫാണ്, നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് അയ്യോ തന്നെ വിടാവുന്ന. അമ്മച്ചി ഞാനും കൂടെ ബസ് കയറ്റി. പിന്നെ അജ്മീറിൽ നിന്ന് ഉദയ്പൂർ ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ല, എന്നാലും എനിക്ക് ഓവർനൈറ്റ് ജേർണിയാണോ ഞാൻ ഓർക്കുന്നത്, പകൽ ജേർണി, ഏതായാലും ബസ്സിലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു. ആ ഓർമ്മയാണ് ഇപ്പോഴും എനിക്ക്. പിന്നെ ഈ ഇംഗ്ലീഷൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും. ആൻറ്റി ഈ ടീച്ചറായിരുന്നതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആൻറ്റി എപ്പോഴും ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ഓർക്കും. വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അങ്ങനെയല്ല, you are not having only one friend, you are having many friends, so you should say one of my friends. അതെപ്പോഴും ഞാനത് പറയുമ്പോൾ സിസ്ലി ആൻറ്റി ഓർക്കും. അങ്ങനെ പല ഗ്രാമറ്റിക്കൽ നമ്മളല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോഴത്തേക്കുള്ള അതൊക്കെ സിസ്ലി ആൻറ്റിയാണ് പറഞ്ഞു തന്നത്. അങ്ങനെ വലിയ ഇംഗ്ലീഷ് പണ്ഡിതയാണല്ലോ. അങ്ങനെ ആൻറ്റിയുടെ നല്ല ഓർമ്മകൾ കുഞ്ഞിൽ ഞാൻ 3rd or 4th ആണോ 5th ഏതായാലും ഞാൻ സ്കൂളാണ്, മിഡിൽ സ്കൂൾ, അങ്ങനെ സ്കൂളിങ്ങിൻ്റെ സമയത്താണ്. അങ്ങനെ അമ്മച്ചിയും ആക്റ്റീവാണല്ലോ, അന്നേരം അമ്മച്ചിക്ക് മേലായികയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആൻറ്റിക്ക് ദൈവം നല്ല ആയുസ്സ് തരട്ടെ, നല്ല സന്തോഷമായിട്ട് നല്ലപോലെ ജീവിക്കാനും മക്കളുടെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയും അവരെ പഠിപ്പിച്ചു
ഒക്കെ കഴിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബൈ. This is dedicated to you, dear my Cicely Auntie. Love you. Miss you. Happy birthday. Happy birthday to you, Islandi. Happy birthday Happy birthday to you. ആരാന്ന് പറഞ്ഞേ? Happy Happy birthday to you, Cicely Auntie. Wish you a very happy birthday, Cicely Auntie. May your 80th be another milestone. Happy birthday, Cicely Auntie. Happy birthday, Cicely Auntie. Wish you a great year ahead. Happy birthday, Cicely Auntie. Hello, Cicely. Wish you a very happy birthday. May God bless you, guide you, and be with you always. Happy birthday to you. Happy birthday to you. Cicely Auntie. Islandi. എനിക്ക് പറഞ്ഞതാ? ഒരുമിച്ചൊരു വീഡിയോ. नमस्कार मधु जी, विशेषम आपकी जीवन यात्रा के 80 वर्ष के इस पड़ाव पर हृदय से आपको शुभकामनाएं। आप स्वस्थ रहें, यही कामना। बच्चों के साथ जीवन का आनंद लें और जो गुज़र गया उसे भूल जाएं, जो है उसके साथ खुशी से जिएं। बहुत शुभकामनाएं। नमस्कार। नमस्कार मधु जी, इस अवसर पर आपको ढेर सारी शुभकामनाएं और बहुत प्यार। आप हमेशा यूं ही स्वस्थ और प्रसन्न बनी रहें, ईश्वर से हमारी यही प्रार्थना है। Happy birthday, Mother Auntie. Have a lovely day with your children and grandchildren, and may this be the best year for you. We love you a lot. Mwah. Ready? Hi, Yatin. आंटी जी, आपको 80 वर्ष की सालगिरह पे बहुत बहुत मुबारक हो। भगवान आपको बहुत लंबी उम्र दे, 100 साल प्लस आपकी उम्र हो और बहुत अच्छा दिन आपका जाए। हमारी तरफ से आपको दिली दुआ है कि लंबी उम्र हो और हमेशा आपकी हेल्थ बरकरार रहे और बहुत बहुत मुबारक हो आपको।
80वें साल के जन्मदिन के लिए थैंक यू। This is Shweta. Wish you a very, very, very happy birthday. And I hope you have the best time today. Eat a lot of food, have fun, sing, dance, do whatever you want today because it is your day. And always look young forever. I wish you the best health, the best everything. Have fun. Happy birthday. Happy birthday, Auntie. Wish you a very happy birthday. We've enjoyed all the amazing time we've had together over the years, and I really, really hope you keep coming back so we get to keep hanging with you. Happy birthday! I was looking at old photos and I just realized that you have been there in almost all of the important celebrations for the kids, their birthdays, at Co-op, and very grateful to have you in our lives. Happy birthday! We love you! Bye. Happy birthday, Madhu Auntie! Have an amazing year. We love you so much. We really admire you. We love spending time with you. Happy birthday, Miss Matthew. We love you so much. You are an amazing friend, a great mom, and a superb grandmom. We really enjoy your company, and we enjoy playing Dumb Charade with you, especially the Kida dance. Happy birthday once again. Happy birthday, Madhu. I am so happy that you are here in Melbourne with us for your such a big birthday, your 60th birthday. I cannot thank you enough for giving me my soul sister, my life, who I have no idea what I would do without, Manisha. But nonetheless, I love you so much, Madhu. You are hilarious. I love when you have a glass of wine and then you go back and without Mole and I having to share anything, you share our story. That's my absolute favorite thing about you. Just एक glass wine ka and that tun you gets the best out. I love you so much, Madhu. Happy birthday once again. Can't wait to see you. मामा हैप्पी बर्थडे। आपको जन्मदिन की बहुत बहुत शुभकामनाएं। पिछले 18-20 साल से मैं आपकी जर्नी देख रहा हूँ since we have met each other in this lifetime, and you've done a great job to take care of yourself, go through this journey of the ups and downs of life, and I'm glad कि आप 80th birthday celebrate कर रही हो, and I pray and wish for your good health, mental health, physical health in the years ahead, and so that you can support your daughter and vice versa, and we are there for you, and I wish you all the best. Happy birthday, Archie. Hope you have the best 80th birthday ever. Happy birthday, Archie. I hope you have a great time. And you're careful, Archie. Happy birthday, Mama. I love you lots. I am so lucky to have you in my life, have you support, love me, and all of us. And I'm so glad I have the genes that you have, because I love your energy. You are 80, but I don't think you're 80 at all. You are so much energetic in the space, and it's been a pleasure to have been born in your space and have grown and experienced a lot of the experiences of the different upbringing and all the different craziness that you bring.